ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് അവരെ ജോലിയുടെ സ്ട്രെസ് അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. ഇപ്പം എൻ്റെ കൂടെ അടുത്തും ജോലിയുണ്ട്. അവനാണെങ്കിൽ പണ്ട് വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. പിള്ളേർക്ക് ഇവനെ കാണുമ്പോൾ പേടി, ഭാര്യയുടെ അടുത്ത് എന്നും വഴക്ക്, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരു കുഴപ്പമില്ലോ, ഭാര്യ പണിക്ക് പോയപ്പോൾ പിള്ളേരും കൊണ്ടുപോയി, ഇപ്പോൾ വീട്ടിൽ ഫുൾ സൈലൻസ് ആണ്, സെറ്റായി. പിന്നെ ചിലർ പറയുന്നത് ഈ ജോലിയുടെ സ്ട്രെസ് കാരണം അവർക്ക് ആരോഗ്യത്തിന് ബാധിക്കുന്നു. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനിപ്പോൾ രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് രാവിലെ എനിക്ക് അലറാം പോലും വെക്കണ്ട. പിന്നെ അവന് ആഹാരത്തിനുള്ള ചിലവും കുറവാണ്, കാരണം പ്രഷറും ഷുഗറൊക്കെ ഉണ്ട്, പിന്നെ ഫാറ്റി ലിവർ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം ഇത്രയും ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവന് ഫുഡിന് നല്ല ചിലവ് കുറവ്. അപ്പോൾ ആ കാശിന് അവന് മരുന്നൊക്കെ മേടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അവൻ എന്തോ തലയിൽ താരണമെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോയി പറഞ്ഞു, ഡോക്ടർ ഇത് താരണമെന്നല്ലാന്ന്, അത് ഈ സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ബാക്ടീരിയ അത്രേ, പ്രശ്നമില്ലല്ലോ, അപ്പോൾ താരനെ ചികിത്സിക്കണ്ടല്ലോ. പിന്നെ ഉറക്കമില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഫ്ലാറ്റ് വിറ്റാലോ എന്ന് ആലോചിക്കണം, കാരണം രാത്രി വെറുതെ നടന്നാൽ മതിയല്ലോ, ഉറങ്ങണ്ടല്ലോ, ഉറങ്ങാൻ എന്തിനാ വെറുതെ കാശ് കളയുന്നത്. വേറൊരുത്തം പറയുന്നത് ഇവന് ഈ സ്ട്രെസ് കാരണം ആൾക്കാരോട് പെരുമാറാൻ പറ്റുന്നില്ല, ദേഷ്യം വരുന്നു, ഇമോഷണൽ ആവണമെന്നൊക്കെ. അപ്പം ഞാനൊരു ആലോചിച്ച് നോക്കി, നമുക്ക് സ്ട്രെസ് ഉണ്ട്, എന്നിട്ട് നമ്മൾ ആൾക്കാരോട് പെരുമാറുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അയൽക്കാരുടെ അടുത്ത് കൊടുക്കായതുകൊണ്ട് അവരോടും ഉണ്ടാറില്ല, വീട്ടുകാരും വെറുപ്പിച്ച് വെച്ചേക്കണം, അതുകൊണ്ട് വീട്ടിലും പോകാറൊന്നുമില്ല, കൂട്ടുകാരൊന്നും വീട്ടിലേക്ക് വിളിക്കാറില്ല. അപ്പോൾ ഞാനാരോടും വഴക്കൊന്നും ഇടണില്ല. പിന്നെ ആകെ സംസാരിക്കണം വല്ല ഓട്ടോക്കാരോടോ ബസ്സുകാരോടോ കടയിലൊക്കെ പോകുമ്പോഴാണ് സംസാരിക്കണം, അവരോട് മാത്രമേ വഴക്കിടാറുള്ളൂ, അത് വളരെ കുറവല്ലേ. അപ്പോൾ ഈ ജോലിയുടെ സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ബാധിക്കുന്നത്.